അതൊക്കെ അടുത്ത കാലത്താണ് നാട്ടുകാർ അറിഞ്ഞത്. അപ്പോൾ കൃഷ്ണ ഇയാൾ വളരെ പോപ്പുലറാണ്, എല്ലായിടത്തും എത്തുന്നുണ്ട്. അപ്പോൾ രണ്ട് പോപ്പുലർ മുഖങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അത് നമ്മളിപ്പോൾ മുരളിയും കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ എന്താവും എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥ വരും. രാജീവിനെ സംബന്ധിച്ച് രാജീവ് ഒരു ആസ്പയറിങ് യൂത്തിനെയും സ്ത്രീകളെയൊക്കെ വോട്ട് രാജീവിന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടമാണ്. ശോഭ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവുന്ന ഒരാളാണെന്നുള്ള ഫീലുണ്ട്. അതാണ് അവർക്ക് ഒത്തിരി വോട്ട് കിട്ടാൻ കാരണം. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ അവൈലബിൾ ആണ്, മറ്റു കുറച്ചുകൂടി ഗ്രൗണ്ടഡാണ്. ശോഭ ഗ്രൗണ്ടഡ് എന്ന ആളുകൾ ഫീൽ ചെയ്യും. മുരളീധരൻ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അത് രാജീവിന് കുറേ അബദ്ധം പറ്റി. രാജീവ് അവിടുന്ന് ടീമിനെ കൊണ്ടാണ് വന്നത്. ഇവിടെയുള്ള ചില ലോക്കൽ നേതാക്കൾ പറഞ്ഞ് രാജീവ് വേണ്ട വിധത്തിൽ ഗവനിക്കാത്ത വർഷം അവർക്കുണ്ടായിരുന്നു. കാരണം അടിത്തട്ടിലെ വോട്ട് വേണമെങ്കിൽ അവർ വേണം. അവർ വേണം. അത് ചിലരെ ഗവനിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം രണ്ട് തിരഞ്ഞെടുപ്പുകളിലേക്ക് അടുക്കുകയാണ്. ഒന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്, അതിനുശേഷം ഏതാനും മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. അതാണ് യഥാർത്ഥ കലാശക്കൊട്ട്. ആ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി എല്ലാ മുന്നണികളും വളരെ ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ അനാവശ്യമായ കുറേയേറെ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നു. പക്ഷേ അത് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ BJP വളരെ ശക്തമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് തിരുവനന്തപുരം ജില്ലയിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്ന BJPക്ക് മുൻതൂക്കമുള്ള അത് ആരെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങൾ ഇവയൊക്കെ തന്നെ പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലം വെച്ച് നോക്കുമ്പോൾ 5 BJP ഒന്നാമത് വന്നു, 4 രണ്ടാമത് വന്നു. അപ്പോൾ വളരെ ശക്തമായ മുന്നേറ്റം അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ പാറ്റേണിൽ വോട്ട് വരുമോ എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും ഇതൊരു സൂചകം തന്നെയല്ലേ BJP വളരെ ശക്തമായ ഒരു ഫോഴ്സായി തിരുവനന്തപുരം ജില്ലയിൽ. മറ്റ് ജില്ലകളുടെ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. തിരുവനന്തപുരം ജില്ല എടുക്കുമ്പോൾ എന്താണ് അവരുടെ സാധ്യതകളെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, BJP തിരുവനന്തപുരത്ത് സിറ്റിയിൽ ഓൾറെഡി ഒരു ഫോഴ്സ് ഇട്ട് വെക്കണം. ഇതാണ് അതൊരു 90s കൂടി തന്നെ ആണ്. ഇപ്പം എനിക്ക് സത്യത്തിൽ ആ പ്രവർത്തനത്തിൽ തീവ്രത ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പണ്ടത്തെ ഒരു RSS തന്നെ പണ്ടത്തെ പോലെ ശാഖകളൊന്നും അത്ര സജീവമൊന്നുമല്ല ഇവിടെ. പണ്ട് ശാഖകൾ വളരെ ശാഖ ഉണ്ടാവും, ആ എൻത്യൂസിയാസം കുറവാണ്. രണ്ടാമതെന്ന് വെച്ചാൽ ഇപ്പം പ്രചാരകസായിട്ട് അധികം പയ്യന്മാരെ കിട്ടുന്നില്ല ഇവിടെ. എനിക്കൊന്നും ഇവിടെ ഏറ്റവും പ്രായം കൂടിയ പ്രായം കുറഞ്ഞ പ്രചാരകന് വയസ്സ് 58 കേരളത്തിൽ. അങ്ങനെയാണോ? ഇവിടെ ഈ പണ്ട് കുടുംബത്തിൽ 4-5 പിള്ളേർ, ലിയോക്ക് എത്ര ഒരുപാടല്ലേ ഉള്ളൂ പ്രചാരകാക്കോ, പള്ളിയിലച്ഛനാക്കോ ഇല്ലല്ലോ. ഇതാണ് പ്രശ്നം. അതിപ്പം കേരളത്തിൽ ആഗോളമായി കത്തോലിക്ക സഭ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ RSS നേരിടുന്നതന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുമ്പ് ഇഷ്ടംപോലെ പിള്ളേരുള്ള സമയത്ത് സഭയിൽ 2 പള്ളി പിന്നെ കന്യാസ്ത്രീകളും 2 അച്ഛന്മാരൊക്കെ ഓരോ കുടുംബത്തും ഉണ്ടായിരുന്നു. ഇപ്പം അതല്ല, അതിവിടെയും നേരിടുന്നുണ്ട്. പിന്നെ ഈ കേന്ദ്രത്തിൽ ഭരണം കിട്ടിയതിൻ്റെ ഒരു സുഖം, ഇലക്ഷൻ തോറ്റാലും പൈസ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു സംഭവം, ഇങ്ങനെ പിന്നെ അവരുടെ ഇടയിലുണ്ടായ ഗ്രൂപ്പുകൾ, ഇങ്ങനെ കുറേ സാധനങ്ങൾ തിരുവനന്തപുരത്തെ സത്യത്തിൽ അവർക്ക് മുമ്പത്തുണ്ടായിരുന്ന ആ ശക്തിക്ക് ചെറിയ ക്ഷേമം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രാക്ടിക്കലി നോക്കും, ഇലക്ട്രോറലി ഈ CPM-നോടുള്ള വിരോധം, കോൺഗ്രസിനോടുള്ള അസംതൃപ്തി പ്ലസ് ഒരു നിസ്സംഗത, ഇതെല്ലാം കൂടി ഒരു വോട്ട് കൂടുന്നുണ്ടാവും. പക്ഷേ സംഘടനാ സംവിധാനം എനിക്ക് മൂന്നേട്ടൻ്റെ കാലഘട്ടം, മുരളീധരൻ്റെ കാലഘട്ടം വരെ ആണ് എനിക്ക് ഏറ്റവും സജീവമായിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് പോലും മുരളീധരൻ്റെ മണ്ഡലത്തിൽ കണ്ടിട്ടുണ്ട്, തൃശ്ശൂരും കണ്ടിട്ടുണ്ട്. അല്ല വേറെ എവിടെയും ഇപ്പം തിരുവനന്തപുരത്ത് രാജീവിന് പോലും ഞാൻ അങ്ങനെ സംഘടനാ സംവിധാനം കണ്ടിട്ടില്ല. അങ്ങനെ പ്രോബ്ലം ഉണ്ട് അവർക്ക്. പക്ഷേ ഇലക്ട്രോറലി അവിടെ പ്രോസ്പെക്ട്സ് വളരെ ബ്രൈറ്റ് ആയിട്ടാണ് തോന്നിപ്പിക്കുന്നത്. ശരി, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, വോട്ട് ചെയ്യാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു മടുപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. മടുപ്പ് എന്നപ്പോൾ 3rd ഓപ്ഷൻ ഇവിടെ വേറെ ഒന്നും ഉണ്ടായി വരുന്നില്ല. എന്ന് വെച്ചാൽ നെഞ്ചുറപ്പുള്ള ഒരുത്തനും ഇവിടെ ആം ആദ്മി പാർട്ടിയിലില്ല. പിന്നെ മറ്റേ B4 കൊച്ചി എന്ന സാധനം ഉണ്ടായിരുന്നു, അതിൽ പയ്യനെ പിടിച്ച് 2 ദിവസം ജയിലിട്ടോടുകൂടി പിന്നെ അവനെ പറ്റി കേൾക്കാനില്ല. അതാണ് പ്രശ്നം. പിന്നെ ഈ ഉള്ളത് 3rd ഓപ്ഷൻ സവാരി BJP ആണ്. BJP ആണിപ്പോൾ രാജീവ് വന്നതോടുകൂടി ഈ വർഗീയ മുഖമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ വന്നതോടുകൂടി പുതിയ മുഖം കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മറ്റേ വിഷയം ഉണ്ടല്ലോ, കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ, ആ വിഷയത്തിൽ മെറിറ്റൊക്കെ വേറെ കിടക്കട്ടെ, അതായത് അനുപാലനം നടത്തിയ ഇടപെടലുകൾ അത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ പലരും അവിടെ ഫോട്ടോഷോപ്പ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷെ അനൂപ് അവിടെ ശരിക്കും പെർഫോം ചെയ്തു എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട്. അതൊക്കെ അവർ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു രാജീവിൻ്റെ ഈ ഒരു സമീപനം പൊതുവെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റി ഞാൻ മനസ്സിലാക്കിയ പണ്ടത്തെ അത്ര ഒരു
വിരോധം കാണുന്നില്ല. ഉം. അത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, കേരളത്തിലെ പുതിയ ലീഡർഷിപ്പ്, കേരളത്തെ അവരുടെ സമയം വ്യത്യസ്തമാണ്. രണ്ട്, RSSൻ്റെ സമീപനത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഐഡിയോളജീസ് സ്വാധീനിക്കപ്പെടാത്ത ആളുകളുടെ ഇടയിലുണ്ട്. അവർ ഓപ്പണായി പറയില്ല, ഒറ്റപ്പെട്ടു പോകുമല്ലോ. എനിക്ക് തോന്നുന്നു ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഈ സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ ലീഡർമാരുമായിട്ട് BJP നേതാക്കളുമായി ഇടപഴകാത്തത് ഒരു ഒരു അനാവശ്യമായ മറ സൃഷ്ടിച്ച് നിർത്തുന്നു എന്ന് എനിക്കൊരു തോന്നൽ. ഒറ്റപ്പെടുത്തി കളി. അതെ, പേടിയാണ്. അതായത് അങ്ങനെ ഒരു പേടിയുണ്ട്. കാരണം നേരിട്ടറിയാമെന്നുള്ളൊരു വിഷയമാണ്. വി മുരളീധരനോട് സഹായം അഭ്യർത്ഥിച്ച് ഒരു മുസ്ലിം കുടുംബം അവരുടെ മകൾക്ക് വേണ്ടി വിദേശ യാത്രയ്ക്ക് വേണ്ടി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരുടെ പാസ്പോർട്ട് പുതുക്കി കിട്ടണമായിരുന്നു. എങ്കിൽ മാത്രമേ ഒരു ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് സ്കോളർഷിപ്പോടുകൂടി ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അവർക്ക് വിദേശത്തെത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. അദ്ദേഹത്തെ സമീപിച്ചു, വളരെ വേഗത്തിൽ ആ ഒരു വിഷയം പരിഹരിക്കപ്പെട്ടു. പക്ഷേ മുസ്ലിമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ല. എല്ലാ പരിഗണനയും കൊടുത്ത്, എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് വിഷയം നടത്തി കൊടുത്തു. അപ്പോൾ അവരുടെ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് മാറി. അതിന് വോട്ടായി മാറുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇവർ മാറി അകന്നു നിൽക്കുന്നത് ഒരു ഭയം, അനാവശ്യമായിട്ടുള്ള ഒരു ഭയം അവരുടെ ഉള്ളിൽ. അത് ഭയം അങ്ങനെ നിലനിർത്തുന്നതിനുള്ള ഇവിടെയുള്ള സെക്യുലർ പാർട്ടികളുടെ ആവശ്യം കൂടിയാണ്. ഭയത്തിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഗുരുജീൻ്റെ ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ വിഭജനത്തിൻ്റെ സമയത്തൊക്കെ അദ്ദേഹത്തെ റൈറ്റിങ്സ് അദ്ദേഹം ശരിക്കും വിഭാടനം ചെയ്യണം, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റിനെയും വിഭാടനം ചെയ്യണം എന്ന് തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉത്തരേന്ത്യയിൽ നടന്ന കലാപങ്ങളെല്ലാം മിക്ക ഒരു സൈഡിൽ ക്രിസ്ത്യാനികൾ കാര്യമായിട്ടില്ലല്ലോ. അവിടെ ക്രിസ്ത്യാനികളായിട്ടുണ്ടായൊരു സംഘർഷം ഒന്നും നിലമേലുണ്ടായിരുന്ന നിലയ്ക്കലിൻ്റെ സമരവും ഒന്ന് നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ ഈ ഏതൊരു ക്ഷേത്രത്തിലേക്ക് ഇത് പോകുന്ന സമയത്ത് എന്താണ് എഴുന്നള്ളത്ത് പോകുമ്പം അവർ തടഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതോടുകൂടി തീർന്നിട്ടുണ്ട്, ഓപ്പണായിട്ടുള്ള. മുസ്ലിങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. മുസ്ലിങ്ങൾ പഴയ രാജാക്കന്മാരുടെ ആ ഒരു ഭരണഭാഗത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഇവർ തമ്മിലുണ്ടായിട്ടുള്ളൊരു സംഘർഷം ഉണ്ടായിരുന്നു. ആ കലാപങ്ങൾ ഇപ്പം ഗുജറാത്ത് കലാപം വരെയുള്ള കലാപങ്ങളിൽ ഒരു സൈഡ് മുസ്ലിംസും മറ്റേ സൈഡ് RSS BJP ആണ്. അത് പിന്നെ രാമന് ജന്മഭൂമി പ്രശ്നം മൊത്തം ഒരു സൈഡിൽ മുസ്ലിംസും മറ്റേത് രാമനുമാണ്, രാമൻ RSS ആണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് മുസ്ലിങ്ങളെ വിക്ടിമൈസ് ചെയ്യാം, മുസ്ലിങ്ങളോട് വെറുപ്പ്, വിദ്വേഷത്തിലുള്ള പ്രചാരണം. ഇപ്പോൾ തന്നെ നമ്മളിതിൻ്റെ അടിയിൽ തന്നെ ചില അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ഈ ചില കമൻറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും, ഈ മേത്തൻ എന്താ അറിയാം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ പറ്റി തന്നെ പറയും. ഞാനിത് മതി, ഞാൻ കുട്ടിക്കാലം തൊട്ടേ പോയി ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ പണ്ടേ പെട്ടാലും. അപ്പോൾ അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു 90s വരെയൊക്കെ ഉണ്ടായി. പക്ഷേ 90soട് കൂടിയിട്ട് ഒരു നരേന്ദ്രമോദിയോട് കൂടിയിട്ട് ഇന്ത്യയിൽ RSS ഇപ്പോൾ RSS ആണ് ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, RSS ആണ് ഇവിടുത്തെ സെൻറ്റർ. അതോടുകൂടി അവരുദ്ദേശം സാധിച്ചു. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മറ്റേ ഹിന്ദുക്കൾ ഒന്നിപ്പിക്കാൻ വേണ്ടി എടുത്ത തന്ത്രമാണത്. എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോയി ഇന്ത്യനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ പോളിസി. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ച പഴയ പേടി ഇപ്പോഴും ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ വിഷയങ്ങൾ അനാവശ്യമായിട്ടുള്ള മുസ്ലിംസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വരും. പലസ്തീൻ പോലെയുള്ള വിഷയങ്ങൾ, പലസ്തീനിലെ ഹമാസുകാരാണ് ഈ PLOൻ്റെ ആളുകളെ കൊല്ലുന്നത്, തിരിച്ചും കൂടെ അത് കാണുക. അപ്പോൾ ഇതിലെല്ലാം ഇന്ത്യ എടുക്കുന്ന നിലപാട് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഓട്ടോണമിയുടെ ഭാഗമാണ്. അപ്പോൾ അത് മുസ്ലിങ്ങളെ കൂടെ നിൽക്കുന്നില്ല. അപ്പോൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാം, നമ്മൾ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്യില്ല, ഇനി സപ്പോർട്ട് ചെയ്യില്ല. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അർത്ഥം. ഹമാസ് ഇസ്ലാമിക വിരുദ്ധമാണ്. ഹമാസിൻ്റെത് ഇസ്ലാമിക് ബ്രദർഹുഡാണ്. ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുസ്ലിംസിനൊക്കെ എല്ലാം കൂടി കൂട്ടിയിട്ട് ആഗോള ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഒക്കെ ജീവണ്ട സമ്മതിക്കില്ല നമ്മളെ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് രാഷ്ട്രീയക്കാർ പാർട്ടിക്കാരെല്ലാവരും കൂടി എടുത്തിട്ട് ഇവർ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ്. പിന്നെ ഈ RSSരുടെ കൂട്ടത്തിൽ തന്നെയുള്ള കുറേ എണ്ണമുണ്ട് താഴെത്തട്ടി ഫേസ്ബുക്കിലൊക്കെ ഉള്ളത്. അവർക്ക് ഈ മുസ്ലിം വിരോധം വളരെ സ്ട്രോങ്. അത് ദുബായിലൊക്കെ ആയിരിക്കും, ഏതായാലും ഷെയ്ഖിൻ്റെ അണ്ടറിൽ ജോലി ചെയ്ത് നന്നായി ജീവിക്കും വായിക്കും, ഈ മുസ്ലിം വിരോധം കൊണ്ട് ശരി ചെയ്യുക. അതിനെ മുതലെടുക്കുന്ന ഈ ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. അവർക്ക് ഇവരെ തമ്മിൽ അടിച്ചിട്ട് ചോര പിടിക്കണം, അത് നിങ്ങൾ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോൾ എനിക്കൊക്കെ തന്നെ ഒരുപാട് ദുരനുഭവം. സെക്ഷൽ അബ്യൂസ് ഒന്നുമല്ല, മദ്രസയിലൊക്കെ ക്രൂരമായ മർദ്ദനമായിരുന്നു. ഞാനൊക്കെ 2 വയസ്സിലാണ് മദ്രസ പോയുള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പഠിച്ചാണ്. ക്രൂരമായ മർദ്ദനമായിരുന്നു. അത് വീരല്ലാത്ത അധ്യാപകന്മാർ 4ാം ക്ലാസ് തോറ്റ്, എൻ്റെ കൂടെ 4ാം ക്ലാസ് വരെ പഠിച്ച് 4ാം ക്ലാസ് തോറ്റ്. പിന്നെ ഒരു ദർസ് പോയി, അവിടെ പോയിട്ട് എന്തൊക്കെ ഒരു വർഷം പഠിച്ച് വന്നിട്ട് പിന്നെ ഞാൻ നോക്കും അടുത്ത വർഷം ഞാൻ മുസ്ലിയാരാണ്. അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദർ മുസ്ലിയാരായിരുന്നു. പക്ഷെ അദ്ദേഹം സംസ്കൃത അറബിക് സ്കോളറായിരുന്നു. അതാണ് എൻ്റെ വ്യത്യാസം. സംസ്കൃതം അറബിക്കും ഒരേപോലെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഇവൻ തന്നെ 4ാം ക്ലാസ് തോറ്റിട്ട് ഞാൻ 5ാം ക്ലാസ് എത്തുമ്പോൾ ഉസ്താദാണ്. ഇപ്പം പിള്ളേർ അടിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. അപ്പോൾ ഇങ്ങനെയുള്ള അടിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില
കാര്യത്തിൻ്റെ പുറത്താണ് ചിലർ എക്സ് മുസ്ലിംസായിട്ട് മുസ്ലിംസിനെ RSSകാർക്കും അതുപോലെ തന്നെ ഈ ഇവാഞ്ചലിസ്റ്റുകൾക്കും വലിയ കയ്യടി കിട്ടുന്നു, അവരുടെ കയ്യിൽ നിന്ന് കയ്യടി കിട്ടുന്നുള്ളതുകൊണ്ട് ഇസ്ലാമിനെയും തെറി വന്നുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം ഉപയോഗിക്കുന്ന RSSയും BJPൻ്റെയും സാധനങ്ങൾ അവർ നന്നായിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി RSSൻ്റെ BJPൻ്റെ നേതാക്കന്മാരെ സംസാരിക്കുമ്പോൾ അവർക്ക് അത് താല്പര്യമില്ല. അവർക്ക് വിശ്വാസികളായ മുസ്ലിങ്ങളെയാണ് അവർക്ക് താല്പര്യമുള്ളത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ 90s വിരോധം വെറുപ്പ് അതിപ്പോഴും താഴെ തട്ടിലുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അപ്പം ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളിപ്പം മോഡിനെ പറ്റി നല്ലത് പറയാൻ തോന്നുമ്പോൾ ആ ഈ സമുദായത്തിൻ്റെ ഈ സെക്കുലർ രാഷ്ട്രീയ പാർട്ടികൾ ഇതിങ്ങനെ കത്തിച്ച് നിർത്തുന്നുണ്ട്, അവർക്ക് പേടിയാണ്. ഓക്കെ. പക്ഷെ പല രഹസ്യമായി പറയും അയാൾ കൊള്ളാം, അയാൾ നിലപാടെടുക്കുന്നുണ്ട്, അതന്നല്ലേ എന്നൊക്കെ പറയും. പക്ഷേ തുറന്നു പറയാനുള്ള പേടിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, അതുകൂടാതെ കാട്ടാക്കട, ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ BJP ഒന്നാമതെത്തിയത്. തിരുവനന്തപുരം ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ. ഈ മണ്ഡലങ്ങളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? ജയിക്കാൻ ഇതിലേതെങ്കിലുമൊക്കെ ജയിക്കാൻ സാധിക്കും അവർക്ക്? ജയിക്കാൻ സാധ്യതയുണ്ട്. ഇതാലോ 4 ജയിക്കാനൊക്കെ പറ്റും. 5-ൽ 4 ജയിക്കാനൊക്കെ പറ്റും. പക്ഷെ അത് അവരുടെ സ്ഥാനാർത്ഥി, അവരുടെ തമ്മാമിലുള്ള അടി, സ്ഥാനാർത്ഥികളെ ജനങ്ങളുമായിട്ടുള്ള റീച്ച്, എതിർ സ്ഥാനാർത്ഥി ആര് എന്നുള്ള വളരെ പ്രധാനമാണ്. ഓക്കെ. അപ്പോൾ വട്ടിയൂർക്കാവ് സത്യത്തിൽ മുരളീധരൻ പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല സാധ്യതയായിരുന്നു. പക്ഷെ അന്ന് അവർ ഗ്രൂപ്പ് കളിച്ച് RSSകാർ വലിച്ചാന്ന് ഞാൻ കേട്ടത്. സുരേഷ് ആയിരുന്നു സ്ഥാനാർത്ഥി ബൈ ഇലക്ഷനിൽ. കുമ്മനത്തിനെ വലിച്ചു എന്നതുകൊണ്ട് കുമ്മനത്തിന് സ്ഥാനാർത്ഥിയാകണം RSSകാർ വലിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, BJPക്കാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുരളീധർ അതേ പൊസിഷനിലേക്ക് ഇപ്പം പ്രശാന്ത് വന്നു. അവിടെ ഭയങ്കര ജനകീയനാണ്. അതെ, അവിടെയാണ് പ്രശ്നം. പ്രശാന്ത് ആകുമ്പോൾ അവിടെ കൃഷ്ണകുമാറാണ് എതിർ സ്ഥാനാർത്ഥി. കൃഷ്ണകുമാർ വളരെ സൗമ്യനും ഈ പറയുന്നതിൻ്റെ എല്ലായിടത്തും എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കൃഷ്ണകുമാർ ഹിന്ദുസിൻ്റെ ഇടയിൽ ഒരു സെക്കുലറാണ്. അയാൾ നായനും കല്യാണം കഴിച്ച് ഈഴവ, അതൊക്കെ അടുത്ത കാലത്താണ് നാട്ടുകാർ അറിഞ്ഞത്. അപ്പോൾ ഇയാളും വളരെ പോപ്പുലറാണ്, എല്ലായിടത്തും എത്തുന്നുണ്ട്. അപ്പോൾ 2 പോപ്പുലർ മുഖങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അത് നമ്മളിപ്പോൾ മുരളിയും കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ എന്താവും എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥ വരും. ഓക്കെ. അപ്പം കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ നല്ല സാധ്യതയുണ്ട്. അല്ല അന്ന് ആട്ടാനാണ്. പിന്നെ ഇടത് വലത് വോട്ടുകൾ അയാൾ വളരെ സൗമ്യന്. സ്ത്രീകൾക്കൊക്കെ പണ്ട് സീരിയലൊക്കെ കാണുമ്പോൾ അയാൾ പണ്ട് വില്ലനായിട്ടാണ് വന്നത് സീരിയൽ. പക്ഷേ എങ്കിൽ സ്ത്രീകൾക്ക് ഇഷ്ടമാണ് അയാളെ മുഖവും സൗണ്ടും. പിന്നെ അയാളുടെ ഫാമിലി അങ്ങനെ തന്നെ ഒരു കെട്ടുറപ്പുള്ള ഫാമിലിയാണ്. പിള്ളേര് മോഡേണാണ്. ഇപ്പോഴത്തെ പിള്ളേർ ആരാ മോഡേൺ അല്ലാത്തത്? അതെ, അത്രേ ഉള്ളൂ. പിന്നെ നേരത്തെ ആ കേസും അവർക്ക് അങ്ങനെ ഗുണം ചെയ്തു. അതെ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ വട്ടിയൂർക്കാവിൻ്റെ ചിത്രം അതാണ്. പിന്നെ നേമത്തേക്ക് പോകുമ്പോൾ ഒരിക്കൽ തുണച്ച മണ്ഡലമാണ്. നേമത്തെ സംഭവം എന്ന് വെച്ചാൽ നേമത്ത് ഈ ഒന്ന് ശിവൻകുട്ടീനെ തന്നെ അവർ നിർത്തുന്നത് എനിക്ക് തോന്നുന്നു. കാരണം അവർ ചില സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അവർ വേവ് ചെയ്യും ഈ 2 ടേം എന്നുള്ളത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന് ഒരു മുൻതൂക്കം നൽകിയേക്കും. കാരണം ശിവൻകുട്ടി എന്ന മന്ത്രി എടുത്ത കുറേയേറെ തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ. ഒന്ന് ഇടതുപക്ഷ സമീപനമുള്ള തീരുമാനങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്ത മന്ത്രി അങ്ങേരാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലായിടത്തും എത്തും, എല്ലാ വീട്ടിലും എത്തും. ഇങ്ങനെയൊരു മാർക്കറ്റിൽ പോയിട്ട് ഓരോരുത്തരെയും പേര് വന്ന് വിളിക്കാൻ പറ്റും. അതെ, ഈ തിരുവനന്തപുരത്ത് അതൊക്കെ വലിയ കട. ഈ മലബാർ പോലെ കണ്ണുടച്ചിട്ട് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളല്ല തിരുവിതാംകൂറിൽ. അതൊരു ഘടകമാണ്. രണ്ടാമത്തത് രാജീവ് ചന്ദ്രശേഖർ രാജീവാണ് എതിരായിട്ട് വരികയെന്ന് തോന്നുന്നു. രാജീവിനെ സംബന്ധിച്ച് രാജീവ് ഒരു ആസ്പയറിങ് യൂത്തിൻ്റെയും സ്ത്രീകളെയൊക്കെ വോട്ട് രാജീവിന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ സ്ത്രീകളുടെ വോട്ട് കിട്ടാൻ യോഗ്യനാണ്, അപ്പോൾ യുവാക്കളുടെ വോട്ട് കിട്ടാം. പക്ഷേ മറുവശത്ത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇവരുടെ ഫിക്സഡ് ആയി കുറച്ച് വോട്ടുണ്ട്, അതവിടെ ഉണ്ടോ. അതിൻ്റെ മുകളിൽ ഈ വോട്ട് കൂടി കിട്ടുമ്പോൾ ജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെന്ന് വെച്ചാൽ അവിടുത്തെ മുസ്ലിം വോട്ട് ഏത് തരത്തിൽ? ശിവൻകുട്ടിയാണ്. ഞാൻ കേട്ടിടത്തോളം അവിടെ എന്നോട് 25,000 വോട്ടോ മറ്റോ അവിടെ ഉണ്ടെന്നാണ്. അത് എൻ ബ്ലോക്കായിട്ട് ശിവൻകുട്ടിക്ക് പോകും. കാരണം ശിവൻകുട്ടി ഈ അധികം കച്ചവടക്കാരാണ്, റോഡ് സൈഡിലൊക്കെ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കുറേ പ്രശ്നമാണ്. ശിവൻകുട്ടി സ്പോട്ടിലെത്തുന്ന ആളാണ്. അല്ല, ശിവൻകുട്ടി എന്ന മന്ത്രിയുടെ പ്രകടനം വളരെ മികച്ചതാണ്. ഇപ്പോൾ ഈ മന്ത്രിസഭയിലെടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന മന്ത്രി പറഞ്ഞപ്പോൾ നമ്മളെ ആളുകൾക്ക് അത്ര പിടിച്ചിട്ടില്ലെന്നു ഇവിടെ എനിക്കറിയില്ല. പൊതുവേ ശിവൻകുട്ടി മുസ്ലിം ബിരുദം വന്ന് എന്തൊക്കെ 1-2 പോസ്റ്റർ കാണും. അല്ല, അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ വളരെ നല്ല സെക്യുലർ സൊസൈറ്റിക്ക് വേണ്ട തീരുമാനം. അത് BJPക്ക് ഒരു ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അത് ആരുടെ ഭീഷണിക്കോ അല്ലെങ്കിൽ ആരുടെ സമ്മർദ്ദത്തിനോ വഴങ്ങിയിട്ടില്ല അദ്ദേഹം. വഴങ്ങിയിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഹിന്ദു വോട്ടുകൾ. കാരണം ഈ ഒരു കാറ്റടിക്ക് അങ്ങോട്ട് വെക്കുന്ന ആളുകളെ പൊതുവെ ആളുകൾക്ക് ഇഷ്ടമല്ല. ശിവൻകുട്ടി അങ്ങനെ നിന്നിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ രാജീവിനൊരു ഭീഷണിയാൻ സാധ്യതയുണ്ട് ശിവൻകുട്ടി ആണെങ്കിൽ. അപ്പോൾ കോൺഗ്രസ്സിന് അവിടെ വലിയ റോളൊന്നുമില്ല. കോൺഗ്രസിന് ശിവൻകുട്ടീനെ അല്ല രാജീവിനെ തോൽപ്പിക്കാൻ പറ്റും, മുരളീനെ പോലെ ശക്തമായ സ്ഥാനാർത്ഥിനകത്ത്. പക്ഷെ മുരളിയെ മറ്റാളെ അവിടെ പോയി നീ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ നിന്നതിന് മുരളി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇടം അനുസരിച്ചാണ് RSS തോൽപ്പിക്കുന്ന അവസ്ഥയാണ്.
അല്ലാതെ ലീഡറുടെ കുടുംബത്തോട് ആർഎസ്എസ്കാർക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അതിപ്പം തുടങ്ങിയിട്ടുണ്ട്. അത് ശരി, എന്നോട് പലരും പറഞ്ഞു എവിടെ മത്സരിപ്പിച്ചാലും തോൽക്കും, എവിടെ മത്സരിച്ചാലും മുരളിയെ തോൽപ്പിക്കും. അത് ശരി. ഇനി നമ്മൾ കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ കഴക്കൂട്ടം വളരെ ശക്തമായ പ്രകടനം അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയാണോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ അന്നത്തെ ചർച്ചകൾ അത്തരത്തിലൊക്കെ ആയിരുന്നു. അവരെ ഗ്രൂപ്പ് കൊണ്ട് തോറ്റതാ കഴിഞ്ഞ അവിടെ കഴക്കൂട്ടത്ത്. ഇപ്രാവശ്യമോ മുരളിയല്ലേ മത്സരിക്കുക, പിന്നെ ഗ്രൂപ്പിൻ്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കഴക്കൂട്ടത്ത് ഡെമോഗ്രാഫിയിൽ ഇപ്പോൾ വന്ന മാറ്റമുണ്ട്. പല സ്ഥലത്തുനിന്നും ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ അവിടെ നിന്ന് താമസിക്കുന്നത്. ഓക്കെ, അതെ അതെ. അവരെ കൊണ്ട് പോൾ ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ BJPക്കാണ് കൂടുതൽ ഗുണം ചെയ്യും. കാരണം ഈ പയ്യന്മാരും ഇന്ത്യയുടെ വളർച്ച ഈ സാധാരണ മലയാളി നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ. രാജീവ് ചന്ദ്രശേഖർ ഫാക്ടർ. ഇപ്പം പിണറായി വിജയൻ പിണറായി അല്ല, നരേന്ദ്രമോദി ഫാസിസ്റ്റാണ്, ഞങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം നടക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന പിള്ളേരാണ്. അവിടെ വെച്ചത് ഇടത് പ്രോഗ്രസീവ് IT പോർഷൻ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ട്. അതിന് വലിയ സ്വാധീനമൊന്നുമില്ല. മറ്റവർക്കാണ് സ്വാധീനം, BJPക്കാർക്കാണ് സ്വാധീനം. എനിക്കൊന്ന് ഒരുപാട് ആളുകളുണ്ട്. പിന്നെ കേരളത്തിൽ ഈ IT മേലെ അധികം പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ഉള്ള ഒരു എലീറ്റ് കുടുംബങ്ങളിലുള്ള പിള്ളേരാണ്. ഇവർ പലരും ഒരു BJP മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ. അവിടെ കഴക്കൂട്ടത്ത് ഇനിയിപ്പോൾ കടകംപള്ളിക്ക് തന്നെ സാധ്യത ഉണ്ടാകുമോ? കടകംപള്ളി ആണെങ്കിലാണ് CPM-ന് സാധ്യത ഉള്ളൂ, അല്ലെങ്കിൽ പ്രശാന്ത് മത്സരിക്കണം. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. വിജയരാഘവൻ എന്നിട്ട് വന്നിട്ട് അങ്ങനെ മേയറായിരുന്നേ അദ്ദേഹം ഉണ്ട്. അപ്പോൾ അദ്ദേഹം പക്ഷേ അങ്ങനെ ഒരു ഗ്ലാമറുള്ള ആളല്ല, പക്ഷെ അവിടെ വളരെ പോപ്പുലറാണ്. ഉൾനാട്ടിലൊക്കെ ഈ കടകംപള്ളീൻ്റെ കാര്യം വെച്ചാൽ കടകംപള്ളി എല്ലായിടത്തും ഒരു സ്കൂട്ടറും കൊണ്ട് എത്തുമല്ലോ. ആ ഏരിയ നമുക്കറിയാം. ഈ പോത്തങ്കോടിന് പിൻവശം, ഈ പറയുന്ന ഇവാനിയസിന് പിൻവശം ഉള്ള നമ്മുടെ ഈ കോളേജില്ലേ, ചെമ്പേന്തി കോളേജ് ഒക്കെ ഉള്ള ഇടവഴിയുള്ള റോഡുകളുണ്ട്. പക്ഷേ ഒരു 800 പോകാൻ പറ്റിയ റോഡാണ്. അവിടെയൊക്കെ ഈ കടകംപള്ളി സ്കൂട്ടറും കൊണ്ട് പോകും, ഒരു ഗിയർലെസ് സ്കൂട്ടറും കൊണ്ട്. മുരളീധരനാണ് ഇന്നോവയും കൊണ്ട് അവിടെ പോയി കിടക്കും. രണ്ടുപേരും എടുത്തു. മുരളീധരൻ ഈ വലിയ ഇന്നോവയും കൊണ്ട് അവിടെയൊക്കെ കരുതി. അപ്പോൾ ആ രീതിയിൽ മുരളീധരൻ അവിടെ അങ്ങനെ MP ആയിരുന്ന സമയത്തും മന്ത്രിയായിരുന്ന സമയത്തും മുരളീധരൻ അവിടെ കോൺസെൻട്രേറ്റ്. അപ്പോൾ അവിടെ ഓരോ കുടുംബത്തെ അങ്ങനെയൊക്കെ അറിയാം. ഓക്കെ, ഇത് തന്നെ ഇയാൾക്കുണ്ട് അവർക്ക്. അപ്പോൾ ആ ഒരു സുരേഷ് ഗോപി ഫാക്ടറിയുടെ വർക്ക് ചെയ്യുമോ തൃശ്ശൂരിൽ? സുരേഷ് ഗോപി അത് പറയാൻ പറ്റില്ല. കടകംപള്ളി ആകുമ്പോൾ പറയാൻ പറ്റില്ല. കടകംപള്ളിക്ക് നിയമസഭയല്ലേ. പ്രശാന്താണെങ്കിലും ബുദ്ധിമുട്ടാണ്, ടൈറ്റ് ആവും. ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് മുരളിക്ക്. ഓക്കെ, ഇനിയിപ്പോൾ മുരളിക്ക് ഈ ഒരു ഗുണമുണ്ടല്ലോ, മുരളി പക്ക RSS എന്നൊക്കെ പറയുമ്പോൾ മുരളി ഇടപെടലുകളൊക്കെ വളരെ സെക്യുലറും വളരെ ആളുകൾ ഹൃദ്യമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ആരെയും വെറുപ്പിക്കില്ല മുരളി. ഓക്കെ, BJPക്കാർക്ക് മുരളിനോട് ദേഷ്യമുള്ളൂ, അല്ല പുറത്തുള്ളൊരു വലിയ ദേഷ്യമില്ല. അല്ല, ഇതിപ്പോൾ വട്ടിയൂർക്കാവോ കഴക്കൂട്ടമോ അവിടെ, അതായത് നമ്മുടെ പ്രശാന്ത്, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കടകംപള്ളിക്ക് തന്നെ ആയിരിക്കും സാധ്യത. മറ്റേത് നിയമം ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ചില ആളുകൾ നിന്നാൽ മാത്രമേ ജയിക്കുന്നുള്ളത് അവിടെ തന്നെ നിർത്തും. ഓക്കെ, ഇനി നമ്മൾ പിന്നെ ഇവര് തമ്മിൽ ഒരു കളി ഉണ്ടാകും ഞാൻ കേട്ടിട്ടുണ്ട്. കളിന് മുമ്പ് ഇവര് രണ്ടുപേരും ശിവൻകുട്ടിയും കടകംപള്ളി ജയിച്ചാൽ ആരും മന്ത്രിയാവും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇവര് തമ്മിലൊരു ഇൻഫൈറ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കഴക്കൂട്ടത്തു നിന്നും ഒരു അല്പം സൗത്തിലേക്ക് പോകാം. നമുക്ക് കാട്ടാക്കടയുടെ കാര്യം പറയാം. കാട്ടാക്കടയിൽ എത്രത്തോളം ശക്തമായി അവർക്ക്, കാരണം അവരുടെ പ്രവർത്തനം അവിടെ BJPയുടെ പ്രവർത്തനം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇടതിന് നല്ല അടിത്തറയുണ്ട് അവിടെ. പിന്നെ കാട്ടാക്കടയിലെ കാര്യം വെച്ചാൽ അവരൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സീറ്റാണ്. അവർ ഒരു ഡെമോഗ്രാഫി അങ്ങനെ തന്നെ. അവർക്ക് വോട്ട് കിട്ടുന്ന ഒരു ഹിന്ദുത്വ സ്വഭാവമുള്ള വോട്ട് ബാങ്കും കാര്യമായിട്ടുണ്ട്. പിന്നെ അവിടെ അവരുടെ കൃഷ്ണദാസ് ആയിരുന്നു അവരുടെ സ്ഥിര സ്ഥാനാർത്ഥി അവിടെ. ഇപ്പോൾ കൃഷ്ണദാസിനെ പോലെ സ്ഥാനാർത്ഥിനെ മത്സരിപ്പിക്കണമെങ്കിൽ അത്രയും അവർക്കൊരു പ്രോസ്പെക്ട്സ് അവർക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഈ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഈ നാടാ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഈ ശക്തൻ്റെ പോക്കറ്റിലായിരുന്നു. ഇപ്പം ശക്തൻ അവിടെ ദുർബലനായി. പകരം കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർത്താൻ പറ്റുന്നില്ല. മറ്റേ ആൾ സതീഷാണ്. ഈ CPM-ൻ്റെ ഈ തിരുവനന്തപുരം ജയിച്ച ആളുകളൊക്കെ തന്നെ ആ മണ്ഡലത്തിൽ ഭയങ്കര കൂട്ടറാണ്. ഈ സതീഷ് ഭയങ്കര കൂട്ടറാണ് അയാൾ. അപ്പം അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സതീഷും കുറച്ച് ഈ നാടാർ വോട്ട് പിടിച്ചുകൊണ്ട് പോകും. അതേസമയം തന്നെ കോൺഗ്രസ് ജയിക്കില്ല എന്നൊരു ഫീൽ വരുമ്പോൾ കോൺഗ്രസിന് ഇട്ടിക്കൊണ്ടുവന്ന നായർ എലീറ്റ് ഈഴവ വോട്ടൊക്കെ ഉണ്ട്. അതെന്ത് ചെയ്യും, BJPയിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ അവിടെ പക്ഷേ സ്ഥാനാർത്ഥി ആരാന്നുള്ളത് നിർണായകമാണ്. സതീഷിനെ പോലത്രയും സതീഷ് ഇപ്പോഴത്തെ അവിടുത്തെ ശക്തൻ സതീഷാണ്. അപ്പോൾ സതീഷിനെതിരെ ആരെ നിർത്തുന്നു എന്നുള്ളത് എന്നത് കോൺഗ്രസിനകത്ത് ചിലപ്പോൾ എൻ്റെ ഒരു സുഹൃത്താകാൻ സാധ്യതയുണ്ട്. പിന്നെ പറയാം, ഗവൺമെൻറ് സർവീസിലുള്ള. അത് ശരി.
അപ്പോൾ കാട്ടാക്കടയിലും നല്ല മത്സരം കാണാം നമുക്ക്. നല്ല മത്സരം. കാട്ടാക്കടയിൽ ഇപ്പോൾ ത്രികോണ മത്സരമായിരിക്കും. ത്രികോണ പക്ഷേ IB സതീശനാണ് എഡ്ജ്. നിയമസഭ വരുമ്പേ ആ ലോക്സഭയുടെ പാറ്റേൺ അല്ല, നമുക്ക് മാറ്റം ഉണ്ടാകും. ആ ഒരു സംഭവത്തിൽ അത്തരമൊരു മണ്ഡലമാണ് കാട്ടാക്കട എന്ന് നമുക്ക് പറയാം. അതുപോലെ നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാമതെത്തിയതിൽ ഇനി ശേഷിക്കുന്ന ആറ്റിങ്ങലിനെ കുറിച്ച് പറയാനാണ്. ആറ്റിങ്ങൽ അത് ഇതുപോലെ തന്നെയാണ്, നല്ല വേരോട്ടം ഇടതിനുണ്ട് ഉള്ള ഒരു മണ്ഡലമാണ്. വെച്ചാൽ എന്താ സംഭവം, ഈ വെള്ളാപ്പള്ളി പറഞ്ഞ സംഭവം ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന ഇഴവര്. അപ്പോൾ ആറ്റിങ്ങൽ എനിക്ക് തോന്നുന്നു ഇക്കുറിയും ഒരു സംവരണ മണ്ഡലമാണ് എന്നാണ് തോന്നുന്നത്. ആറ്റിങ്ങലല്ല, അതല്ലേ ചിറയൻകീഴും ആറ്റിങ്ങലും സംവരണമാണ്. രണ്ടാണല്ലേ? ഓക്കെ. അപ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോൾ സ്ഥാനാർത്ഥി ഇതിപ്പം കഴിഞ്ഞ തവണ കിട്ടിയ വെച്ചാൽ മുരളിക്ക് കിട്ടിയൊരു വോട്ടാണ്. മുരളി ആ രീതിയിലാണ്. ആറ്റിങ്ങൽ ഇപ്പം പൊതുവെ ഈ CPM BJP തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ CPM അവിടെ പയറ്റി തെളിഞ്ഞ ഒരുപാട് നേതാക്കന്മാർ എല്ലാ സ്ഥലത്തും ലോക്കലിലുണ്ട്. കോൺഗ്രസിന് മുമ്പുണ്ടായിരുന്ന പോലെയാണ്. BJP അങ്ങനെ അല്ല. ഇവർ ആ സംഘമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഏരിയ കിടന്ന് കളിക്കുമെന്നല്ലാതെ പിന്നെ CPM ഏത് വീട്ടിലും ഇപ്പം ഒരു സീറ്റുണ്ട്. എസ്പെഷ്യലി ആ മേഖലയിലൊക്കെ സഖാവ് എന്ന വലിയ സംഭവമാണ്. അത് BJPക്ക് ഇല്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി ആരാന്നുള്ളതൊക്കെ നിർണ്ണായക. എല്ലാ സ്ഥലത്തും മുരളിക്ക് മത്സരിക്കാൻ പറ്റും. അല്ല, ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ പണ്ട് ഫക്രുദ്ദീൻ പറഞ്ഞ ശരിയാണ്, പഴയ അനിരുദ്ധൻ സഖാവ് മുതൽ ആ എഡ്ജാണ് സമ്പത്തിന് ഉണ്ടായത്. അതെ അതെ, അനിരുദ്ധൻ്റെ മകൻ എന്നുള്ളൊരു എഡ്ജ് സമ്പത്തിന് കിട്ടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സൗമ്യമുഖം എല്ലായിടത്തേക്ക് എത്തുന്ന ഒരു സംഭവം. പിന്നീടാണ് അവസാനമായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ റീച്ച് എല്ലായിടത്തേക്ക് എത്തുന്നത്. ഈ ആറ്റിങ്ങലും കാസർഗോഡിനൊക്കെ ഒരു പ്രോബ്ലം എന്താ പറയുക, ഇത് ഈ CPM അവരുടെ കുത്തക മണ്ഡലം കോട്ടാ രീതി കാണുന്നുണ്ട്. വലിയ രീതിയിൽ അങ്ങനെ വികസനം എത്തിയില്ല. അതിനിടയിലേക്ക് ആ അസംതൃപ്തി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു ഫൈറ്റർ കടന്നു വരുന്നതും അവിടെ ഒരു ചലനം ഉണ്ടാക്കും. ശോഭയുടെ കാര്യം ശോഭ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവുന്ന ഒരാളാന്നുള്ള ഫീലുണ്ട്. അതാണ് അവർക്ക് ഒത്തിരി വോട്ട് കിട്ടാൻ കാരണം. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ അവൈലബിൾ ആണ്. മറ്റു കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആണ്. ശോഭ ഗ്രൗണ്ടഡ് എന്ന ആളുകൾ ഫീൽ ചെയ്യും. മുരളീധരൻ അവൈലബിൾ ആണ്. ശോഭയിലിപ്പം ജയിച്ചു പോയി, ഇവർ വലിച്ചതാണ്. അല്ല, ഇവിടെ ഇപ്പോൾ വരുമ്പോൾ വേറൊരു വിഷയം എനിക്ക് തോന്നുന്നു CPM നേരിട്ടേക്കും. അത് CPMൻ്റെ സീറ്റ് തന്നെയാണ്, ഇടതുപക്ഷം CPM മത്സരിക്കുന്ന സീറ്റാണ്. OSMP ആണ് അവിടുത്തെ MLA. പക്ഷേ B സത്യൻ എന്ന ഒരു പഴയ അവിടുത്തെ MLA, അങ്ങനെയുള്ള പോപ്പുലർ, അദ്ദേഹം അവിടെ പോപ്പുലറാണ്. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. അതിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കൊക്കെ ഒരു അസംതൃപ്തിയുണ്ട്. ഇത്തവണ ഒരു പ്രശ്നമുണ്ട്. ഇത്തവണ ടൈറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ സത്യം തന്നെ ഇപ്പം സ്ഥാനാർത്ഥിയാവും. കാരണം 2 ടൈം എന്നുള്ള അവർ മാറ്റും. അത് പ്രത്യേക സാഹചര്യത്തിൽ വന്നതിൻ്റെ ആ സാഹചര്യം പുതിയ ആക്ഷൻ്റെ കാലഘട്ടമാണ്. പുതിയ ആക്ഷനാണോ ഏക്ഷനാണോ എന്തായാലും അതിൻ്റെ കാലഘട്ടമാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ സാധ്യത കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് തിരിച്ച്, പക്ഷേ ആര് മത്സരിക്കും എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞത് പ്രധാനമായിട്ട് ഇവരുടെ കഴിഞ്ഞ വാമനപുരം കോൺഗ്രസ് സാധ്യത സ്ഥലമാണ്. അവിടെ രമണി നായർ തന്നെ പറഞ്ഞ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അവർക്ക് സ്ഥാനാർത്ഥിയില്ല, കോൺഗ്രസ് അവർക്ക് സീറ്റ് കൊടുത്തില്ല. പകരം ആനാട് ജയില് സീറ്റ് കൊടുത്തു. രമണി പി നായർ ഓതിരിക്കും. വാമനപുരത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇവർക്ക്. അതെ അതെ, കാരണം ഒരുത്തല്ല സീറ്റ് കൊടുത്താൽ വേറൊരാൾ വലിക്കും. അതാണ് പ്രശ്നം. പക്ഷേ ആറ്റിങ്ങൽ എനിക്ക് തോന്നുമ്പോൾ അത് RSPയുടെ സീറ്റാണ്. അവർ തിരിച്ച് എടുക്കുമോ കോൺഗ്രസ്? ചിലപ്പോൾ കോൺഗ്രസ് തന്നെ മത്സരിച്ച് അതിനുള്ള ശേഷി ഇപ്പം ഉണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പം കൊല്ലത്ത് ചില മേഖലകളിലുള്ള ശേഷിയല്ലാതെ അല്ലെ പ്രേമം വന്ന് മത്സരിക്കണം. പ്രേമൻ ഏത് മണ്ഡലത്തിലും പ്രേമേന്ദ്രന് എനിക്ക് സംവരണ മണ്ഡലം നിയമസഭ പറ്റിയില്ല. മാത്രമല്ല പ്രേമന് ലോക്സഭ വരികയില്ല. അപ്പൊ അല്ലെ ആസ്മിന്റെ എല്ലാം പ്രോബ്ലതാണ്. ആപാടെ ഷിബു ബേബി എത്ര സ്ഥലത്ത് മത്സരിക്കും, പ്രേമൻ എത്ര സ്ഥലത്ത് മത്സരിക്കും. അവരൊരു ആ രീതിയിലൊരു ലീഡർഷിപ്പിന് ഉണ്ടായിക്കൊണ്ട് വരുന്നില്ല. CPMനെ സംബന്ധിച്ച് നമ്മൾ ഈ ഓരോ സ്ഥാനാർത്ഥിനെ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ പുതിയ ആളാണ്. അങ്ങനല്ല. അപ്പം മൊയ്തീനെ മുരളീധരനെതിരെ ലോഞ്ച് ചെയ്തപ്പോൾ നമ്മൾ ഏത് മൊയ്തീന്ന് ചോദിച്ചു. പക്ഷെ മുരളീധരൻ അവിടെ ഏരിയ സെക്രട്ടറി അവിടെ ഫുൾ ടൈം നിന്നു നിൽക്കുന്ന ആളായിരുന്നു. മുരളീധരൻ ആദ്യം തോൽപ്പിച്ചാണല്ലോ മൊയ്തീൻ വിടുന്നത് വടക്കാഞ്ചേരിയിൽ. പക്ഷേ ഇവിടെ ആ ഒരു വിഷയമുണ്ട് കേട്ടോ. UDF സൈഡിൽ നിന്നും ആ ഒരു മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അത് പറഞ്ഞു UDF സൈഡിലുണ്ട്. എല്ലാം മാമച്ചന്മാരാണ്. അതായത് കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെക്കനാവും, മരിച്ച വീട്ടിൽ പോയാൽ ശവാവും. അങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ ഇന്നവയിൽ അവരെത്തും. പക്ഷെ പിന്നെ കാണില്ല. ഓക്കെ, മുമ്പും കാണില്ല. പക്ഷെ CPM അതിന് മുമ്പും ഉണ്ടാകും ഇമ്പും ഉണ്ടാവും. BJPക്കാർ അവരുടെ BJPക്കാരുടെ വലിയ പ്രശ്നം വെച്ചാൽ അവർക്ക് ബന്ധമുള്ള ഹിന്ദു കോർണറുകൾ മാത്രമേ അവരുണ്ടാവുള്ളൂ. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും അവരെ കാണും. ഇപ്പം മാറ്റമുണ്ട് തോന്നുന്നു. പക്ഷേ ഇപ്പം വേറൊരു പ്രശ്നവും UDF ഫേസ് ചെയ്തേക്കും. ലോക്സഭയിൽ അടൂർ പ്രകാശാണ് തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നത്. പക്ഷേ
അദ്ദേഹത്തിന് ഈ കുറി നിയമസഭയിൽ മത്സരിച്ച് കൊള്ളാവുന്നുണ്ട് എന്നൊരു ശ്രുതിയുണ്ട്. അതെനിക്കറിയില്ല. എൻ്റെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും റാന്നിയിലേക്ക് പോകും. മത്സരിച്ച് ചിലപ്പം തോറ്റു പോകും. അവിടെ പോയി മത്സരിക്കുന്നത് ഇവിടെ അല്ല ഇവിടെ അല്ല മത്സരിക്കുന്നത്. അദ്ദേഹം റാന്നിയിലേക്ക് പോയി എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് അങ്ങനെ ആകുമ്പോൾ ഇപ്പോഴത്തെ പുതിയ പിള്ളേരാണ്, അവരിതൊന്നും പരിധി കൂടുതൽ ക്ഷമിക്കില്ല കേട്ടോ. ഈ പറഞ്ഞ അങ്ങോട്ട് മത്സരിക്കും ഇങ്ങോട്ട് എത്ര ചിലവത്തിനാണ് അവരതൊക്കെ നിങ്ങളെ മോനോട് ചോദിച്ചാൽ മതി, അമ്മ വന്നൊരു. അപ്പോൾ ആറ്റിങ്ങിലും നമുക്ക് കൃത്യമായി സ്ഥാനാർത്ഥി വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആശ്രയിച്ചിരിക്കും. വാമനപുരം അവിടെയൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാം സ്ഥാനത്തെത്തിയ 4 മണ്ഡലങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം സൗത്ത് ഒരു ബോധവൻ രണ്ടാം സ്ഥാനത്താക്കിയ രാജീവൻ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. പല സ്ഥലത്തും രാജേട്ടൻ ഒന്നാം സ്ഥാനത്തെത്തിയ സ്ഥലത്ത് അങ്ങനെ രാജീവ് രണ്ടാമതായി പോയി. തിരുവനന്തപുരത്ത് നല്ല വലിവ് കടന്നിട്ടുണ്ട്. അവന് അമ്മയ്ക്കൊന്നുമില്ല, രാജീവിനും അറിയാം, എനിക്കും അറിയാം, നല്ല വലിവ് കടന്നിട്ടുണ്ട്. എന്നിട്ട് രാജീവ് ഇത്രയും എത്തിയെന്ന് വെച്ചാൽ രാജീവിനെ മുടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ തിരുവനന്തപുരം സൗത്തിൻ്റെ കാര്യം എടുത്ത് നോക്കും. നിങ്ങൾ അവിടെ അന്ന് മുരളീധരന് വേണ്ടിയിട്ട് ഈ ആറ്റിങ്ങൽ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടത്തിയിരുന്നെങ്കിൽ ഇയാൾ രാജീവ് ഇപ്പം കേന്ദ്രമന്ത്രിയായിരിക്കുക, സുരേഷ് ഗോപി സിനിമയും ചെയ്തു കൊടുക്കുകയും ചെയ്യായിരുന്നു. ഓക്കെ, ആ ഒരു പ്രവർത്തനത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അന്ന് ആ ഒരു പരാതി ഉണ്ടായിരുന്നു, സത്യമാണ്. രാജീവ് ഇപ്പം ഉണ്ടായിരിക്കുന്നതല്ലേ പ്രസിഡന്റ് ആയതുകൊണ്ട്. രാജീവിനെ വലിച്ചു ഒലിപ്പിച്ചല്ലേ അവർ ഉള്ളുന്ന തന്നെ അല്ലേ, അവർ അമ്മതിച്ച് ചേരുന്നില്ല. പക്ഷെ അവർക്ക് തന്നെ അറിയാം BJP മെക്കാനിസം അല്ലെങ്കിൽ രാജീവിന് കുറേ അബദ്ധം പറ്റി. രാജീവ് അവിടുന്ന് ടീമിനെ കൊണ്ടാണ് വന്നത്. ഇവിടെയുള്ള ചില ലോക്കൽ നേതാക്കൾ രാജീവ് വേണ്ട വിധത്തിൽ ഗവനിക്കാത്ത വർഷം അവർക്കുണ്ടായിരുന്നു. കാരണം അടിത്തട്ടിലെ വോട്ട് വേണമെങ്കിൽ അവർ വേണം. അത് ചിലരെ ഗവനിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം. പിന്നെ രാജീവിൻ്റെ ചില ഉപദേശകരൊന്നും അത്ര ശരിയായില്ല. അവർ വിചാരിക്കുന്ന തരത്തിലുള്ള എന്താ പറയുക ഒരു വേരോട്ട് അവർക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് രാജീവിനോട് ദോഷം ചെയ്തൊരു കാര്യമാണ്. പലരും പ്രവർത്തിക്കാൻ പോകാതിരിക്കുക നിർജീവമാകാൻ കാരണം ഈ പറഞ്ഞിട്ടുള്ള ബോധമുള്ള ബലി മാത്രമല്ല, അതുണ്ടായിരുന്നു. അതിലുപരിയായിട്ട് ഈ ടീമുമായിട്ട് അവർ സിങ്ക് ചെയ്ത് പോകാൻ പറ്റിയില്ല. ഓക്കെ, പ്രധാനം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിന് ഒരു തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന വലിയ നേതാവാണ്, പണ്ടേയുള്ള നേതാവാണ്. അദ്ദേഹത്തിന് 2 ബൂത്തുകളെ യാതൊരു എടുത്ത്, ആ 2 ബൂത്തുകൾ അദ്ദേഹം ഒന്നാമത് എത്തിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം പോയില്ല, എന്നാൽ അദ്ദേഹത്തിന് യാതൊരു എടുത്തിട്ടില്ല. വേറെ തമാശ ഉണ്ടായിരുന്നു. ഗോപാലകൃഷ്ണൻ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഇവിടെ തൃശ്ശൂരാണ്. ഗോപാലകൃഷ്ണൻ കൊടുത്ത് തൃത്താല. അല്ല, അത്തരത്തിലുള്ള കുറേയേറെ മിസ്റ്റേക്കുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ അവർക്ക്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ തിരുവനന്തപുരം സൗത്തിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. സൗത്തിൽ അവർക്കൊരു സ്കോപ്പുള്ള സ്ഥലം. പിന്നെ കഴിഞ്ഞ തവണ ആൻ്റണീൻ്റെ അജുവിന് അനുകൂലമായിട്ട് UDF വോട്ടുകൾ കൂടി വന്നു. ലാറ്റിൻ കമ്മ്യൂണിറ്റി ആൻ്റണീനെ മന്ത്രി വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് അത് സംഭവിച്ചത്. അതെ, കോവളം അവർക്ക് BJP അടിസ്ഥാനപരമായ വോട്ടുള്ള സ്ഥലമാണ് അവിടെ. എൻ്റെയൊക്കെ വോട്ട് കോവളത്താണ് ഇപ്പോൾ. അപ്പം കോവളത്ത് അവിടെ കല്ലൂർ പഞ്ചായത്ത് BJPക്ക് നല്ല കല്ലൂർ പഞ്ചായത്ത് ശരിക്കും നിയമത്ത് വരേണ്ടതാണ്. ഇവരത് ബോധവും അങ്ങോട്ട് ഇട്ടാണ്. കല്ലൂരിൻ്റെ അപ്പുറത്ത് വന്നാൽ BJP ആരും തന്നെ ജയിക്കും. ഓക്കെ, അപ്പം അവിടെ BJP ഇപ്പം നല്ല ഇൻട്രോഡ്സ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. BDJS ആയിട്ടുള്ള സഖ്യം അവർക്ക് ഗുണം ചെയ്ത സ്ഥലമാണ്. ഈ മണ്ടന്മാർക്ക് മനസ്സിലാത്തത് BDJS സഖ്യം ഇനി അതിൻ്റെ അടുത്ത് വരണമെങ്കിൽ തുഷാറിന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം. അത് എന്തുകൊണ്ട് കൊടുക്കുന്നതിന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് കേരളത്തിലെമ്പാടും ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവും. മണ്ടന്മാരത് ചെയ്യുന്നില്ല. അപ്പോൾ കോവളത്തും അത് പ്രതിഫലിക്കും. കോവളത്ത് ഭയങ്കര പ്രതിഫലിക്കും. അവിടെ ഭയങ്കര ഈഴവ ബെൽറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ BJPക്ക് BDJSൻ്റെ ഈഴവ നാടാര് ബെൽറ്റ് വലിയ BJP പ്രതീക്ഷിക്കണ്ട. പക്ഷേ ഈഴവ ബെൽറ്റൊന്ന് പ്രതീക്ഷിക്കാം. നെയ്യാറ്റിൻകരയിലേക്ക് പോകുമ്പോഴോ? നെയ്യാറ്റിൻകര സംഘത്തിന് നല്ല പ്രവർത്തനമുള്ള സ്ഥലമാണ്. പക്ഷേ ഇറ്റ് ടേക്സ് ടൈം. കോൺഗ്രസും സ്ട്രോങ് ആണ് അവിടെ. അതുപോലെ ഈ കോവളത്തും കോൺഗ്രസ് സജീവമായി. ഈ കോവളത്തെ MLA വിൻസെൻ്റ് ആണ്. അതെ, വിൻസെൻ്റ് ഒരു ഉമ്മൻചാണ്ടിയാണ്. ശരി, വിൻസെൻ്റ് പോയാൽ തീർന്നു. പക്ഷേ വിൻസെൻ്റ് സ്ട്രോങ് ആണ്. വിൻസെൻ്റ് തന്നെ തീർച്ചയായും വിൻസെൻ്റ് തന്നെ ഒരു സീറ്റ് കൊടുത്തേക്കും വീണ്ടും കോവളത്ത്. അത് തന്നെയാണ് ഈ അവിടെ BJPക്കിൻ്റെ വോട്ട് കൂടുമ്പോൾ വിൻസെൻറ്റിൻ്റെ വോട്ടാണ് കുറയാൻ സാധ്യത. അവിടെയാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു ഈ ആരും ഒരു മുന്നണിയിൽപ്പെട്ടവരും പരീക്ഷിക്കാത്ത അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ മാറ്റി പരീക്ഷണം നടത്താൻ മുതിരാത്ത ചില മണ്ഡലങ്ങളിലൊന്നാണ് കോവളം, അല്ലേ? കോവളത്ത് അങ്ങനെ തുടർച്ച ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വിൻസെൻ്റ് കഴിഞ്ഞ തവണ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ. അയാളെ കാര്യം വെച്ചാൽ ഞാനും വിൻസെൻ്റ് കണ്ടാൽ പരസ്പരം ഉണ്ടാവുന്നില്ല. ഞങ്ങൾ MLA ആണ്. കാരണം ഞങ്ങൾ പറ്റി ചർച്ചയിൽ ഏറ്റുമുട്ടി പ്രശ്നം ഉണ്ടായി. കാരണം വെച്ചാൽ വിൻസെൻ്റ് ബേസിക്കലി പാവമാണ്. ഞാൻ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുള്ളൂ. അന്നാണെങ്കിൽ ഇപ്പോഴത്തെ പോലെ അല്ല, കുറച്ചുകൂടി യങ്ങായിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിന് കളിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഈ സോളാർ കുംഭകോണമായിരുന്നു വിഷയം. അപ്പോൾ ഞാനതിൽ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്ന് ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അല്ല ചരിതമായിട്ട് അന്നൊന്നും പറയുന്നില്ല അങ്ങനെയായിട്ട് ബന്ധമുണ്ട്, അങ്ങനല്ല, അത് പറഞ്ഞുണ്ടാക്കിയതാണ്. ഉമ്മൻചാണ്ടി സാറിന് ഭരണപരമായ വീഴ്ചയായിരുന്നു, അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഓഫീസിലുള്ളവരെ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ വിൻസെൻ്റ് എന്നോട്
ഇയാൾ ആരെ പറ്റിയാണ് പറയുന്നത്? ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയാണ് കേരളത്തിൽ. ഞാൻ എനിക്ക് ഉമ്മൻചാണ്ടി അതിന് കണക്കാണ്, VS ആയ കണക്കാണ്, ഞാൻ പേരെ വിളിക്കുള്ളൂ അന്ന്. ഇപ്പം ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ സാറിനെ വിളിക്കാതായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ വിൻസെൻ്റ് അവിടെ വരുമ്പോൾ വിൻസെൻ്റ് എന്നെ കാണും. നമ്മൾ ബന്ധുക്കളെ വീട്ടിലേക്കാണ് വരും. വിൻസെൻ്റിനെ കാണും, ഞാൻ വിൻസെൻ്റിനെ കാണും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറില്ല. പക്ഷേ എനിക്ക് വിൻസെൻ്റിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിൻസെൻ്റ് ഞാൻ പറഞ്ഞത് അങ്ങനെ പാവമാണ് വിൻസെൻ്റ്. ഓക്കെ. അപ്പോൾ അത് വിൻസെൻറ്റിൻ്റെ കോളം. നെയ്യാറ്റിൻകരയിലേക്ക് വരുമ്പോൾ നെയ്യാറ്റിൻകര ഭാവിയിൽ BJP പിടിക്കും. ഇമ്മീഡിയറ്റായി പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴാണ് കോൺഗ്രസും BJP അല്ല CPM തമ്മിലാണ് ആൻസർ. കോൺഗ്രസ് ഉള്ള സ്ഥലമാണ് അവിടെ, കോൺഗ്രസ് ഉള്ള സ്ഥലമാണ്. അപ്പം BJP രണ്ടാമത് വന്നു എന്ന് വെച്ച് എന്നുള്ളത് കൊണ്ട് ഇപ്പം വലിയ ത്രികോണ മത്സരം പ്രതീക്ഷിക്കണം. നേരിട്ട് ഇടത് വലത്. പിന്നെ ഇവിടെയൊക്കെ BJP ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ഏത് വീട്ടിലും കയറാൻ പറ്റുന്നത്. അപ്പം നേമത്ത് അവർക്കൊരു ഗോവനുണ്ട്, കൗൺസിലറാണ്. ഗോവൻ എല്ലാവർക്കും വലിയ കാര്യമാണ്. ഗോവൻ നന്നായി ജയിക്കും, ഗോവൻ ആരും നല്ല പോലെ തോറ്റു. അതാണ് സ്ഥിതി അവിടെ ആ മണ്ഡലങ്ങളിൽ. അപ്പം അതുപോലെയുള്ള ചില ആളുകളെ വളർത്തിക്കൊണ്ടുവരണം. പിന്നെ രണ്ടാമത് BJPക്കാർക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് വൺ ടൈം ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ വെളുത്ത ഇന്നോവയിലേക്ക് മാറും. അത് വളരെ CPM-മാരെ പോലെ ഈ സ്കൂട്ടറിൻ്റെ മോള് നമ്മുടെ സുരേഷ് സ്കൂട്ടറിൽ പോകും കേട്ടോ. സുരേഷ് അവിടെ സ്കൂട്ടറിലാണ്, ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ, സുരേഷ് സ്കൂട്ടറിലാണ് പോകും. ആ ഒരു സംസ്കാരം കൊണ്ടുവരണം. പിന്നെ ഹിന്ദു സർക്കിൾ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാതെ മറ്റു സർക്കിളുകളിലേക്കും കൂടി പോകണം. അതെ, അത് പലപ്പോഴും അങ്ങനെ ആക്സെപ്റ്റൻസ് പെട്ടെന്ന് കിട്ടണമെന്നില്ല. ക്രിസ്ത്യൻ സർക്കിൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, മുസ്ലിം സർക്കിളാണ് പ്രശ്നം. പക്ഷേ നിരന്തരമായ ഇടപെടലുള്ള കുറയ്ക്കാൻ പറ്റും. CPM-ന് ഇവരെക്കാട്ടുള്ള അഡ്വാൻറ്റേജ് അതല്ലേ. CPM-നും കോൺഗ്രസിന് എവിടെയും പോവാം. പണ്ട് CPM-മാൻ അടുപ്പിക്കില്ലായിരുന്നു, ഇപ്പോൾ CPM-മാൻ അടുപ്പിക്കും മോഡിനെ പേടിച്ചിട്ട്. നെയ്യാറ്റിൻകരയിൽ നേരിട്ടുള്ള മത്സരമായിരിക്കും. നെയ്യാറ്റിൻകര നേരിട്ട് ത്രികോണമായിരിക്കും. ത്രികോണമായിരിക്കും. ത്രികോണത്തിന് ഇമ്പാക്ട് ഉണ്ടാവും. ത്രികോണത്തിന് ഇമ്പാക്ട് ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസിനെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് കോൺഗ്രസിന്റെ മണ്ഡലമാണല്ലോ. അതിപ്പോ നെയ്യാറ്റിൻകര ഇപ്പോൾ അരിയുന്നതല്ലേ. നെയ്യാറ്റിൻകര ഹരീന്ദ്രനാണ്. അത് വെച്ചാൽ ആര് ഈ തിരുവനന്തപുരത്തെ ഈ പല മണ്ഡലങ്ങളും തിരുവനന്തപുരം തൃശ്ശൂരാണ് കേരളം ആര് ഭരിക്കണം തീരുമാനിക്കുന്നത്. ഈ മണ്ഡലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നല്ല സ്ഥാനാർത്ഥി വന്നാൽ മാറാം. ഇപ്പോൾ ഉള്ളൊരു സംഭവം BJP വന്നു, എമേർജ് ചെയ്തു എന്നുള്ളത്. BJP എമേർജ് ചെയ്യുമ്പോൾ ഇവിടങ്ങളിലെല്ലാം നേരിട്ട് അവർ കൊണ്ടുപോകുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിനാണ്. മറ്റേത് ഈഴവ വോട്ട് ബാങ്ക് ഇളകി നിൽക്കുന്നതേ ഉള്ളൂ. ഇളകി നിൽക്കുന്നത് ഉറപ്പിക്കണമെങ്കിൽ BJP ഒരു എക്സ്ട്രാ എഫേർട്ട് കൂടി എടുക്കണം. അത് തുഷാർ ഒരു വലിയ ഘടകമാണ്. തുഷാർ നേതാവല്ല എന്നൊക്കെ അവരെല്ലാവരും പറയും. ഇത് എല്ലാവരും പോയിട്ട് കണിച്ചിക്കോളം അങ്ങനെ പോയിട്ട് അങ്ങനെ ആലോചിക്കാൻ പോകുമല്ലോ, പോകാത്താരും ഇല്ലല്ലോ. ഭയങ്കര രസമാണ്. ഇവർ ചങ്ങനാശ്ശേരി പറഞ്ഞാൽ വോട്ട് ചെയ്യില്ല, കണിച്ചിക്കോളം അങ്ങനെ പറഞ്ഞാൽ വോട്ട് ചെയ്യില്ല എന്നൊക്കെ അവർ പറയും. എന്നിട്ട് ഇവരൊക്കെ ഇലക്ഷൻ സമയത്ത് അവിടെ പോകുമല്ലോ. പിന്നെ എന്തെങ്കിലും പോകുന്നത്. അപ്പോൾ ഇവർക്കറിയാം ഇവർക്ക് ഇത്ര വോട്ടുണ്ട്, അത് ഫിക്സഡായി വീഴുമെന്ന് പറയും. ആ നേരിട്ട് വോട്ടല്ല, അത് സൈക്കോളജിക്കലാണ്. അതിന് ഇമ്പാക്റ്റ് സൈക്കോളജിക്കലാണ്. അത് ഈ മണ്ടന്മാർ BJP-കാരേറ്റം പിന്നെ തുഷാറിന് ഒരു പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. എനിക്കൊന്ന് ഈ CPM-ലെ പ്രശാന്തിന് SNDP-യുടെ വോട്ട് വളരെ വലിയ രീതിയിൽ സഹായം ചെയ്തു. മറ്റേതില്ലേ മലങ്കര സഭേൻ്റെ വോട്ടും കിട്ടുന്നത് അങ്ങനെ ജയിക്കുന്ന പ്രശ്നം. മലങ്കര സഭയുടെ ആ ഒരു സപ്പോർട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു അവിടെ. അത് മലങ്കര സഭയുടെ വോട്ട് പ്രശാന്ത് മേയറായിരുന്ന സമയത്ത് പ്രശാന്ത് നല്ല ബന്ധമായി അച്ഛനായിട്ട്, ബിഷപ്പുമായിട്ട് ആ ബന്ധപ്പോഴും ഉണ്ട്. മുരളീധരൻ തിരിച്ചു വന്നാൽ നേരിടുന്ന വലിയ പ്രശ്നം അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ വർക്കലയിൽ കൂടിയുണ്ട്. ഈ കൃഷ്ണകുമാർ ആണെങ്കിൽ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ വളരെ സൗമ്യമായിട്ട് ഈ ക്രിസ്ത്യാനിക്ക് പറ്റിയ ഒരാളാണ് കൃഷ്ണകുമാർ. സൗമ്യമായിട്ട് ഇടപെടുന്ന, കട്ടി മീശയുള്ള, സുമുഖനും സുന്ദരനും അങ്ങനെയുള്ള ആളാണ്. ഓക്കെ, ഒപ്പം എനിക്ക് തോന്നുന്നു ചില ഇപ്പോഴത്തെ യുവ നേതാക്കളുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു സഹായം ഉണ്ടാകും. അതും കുറേയേറെ എനിക്ക് തോന്നുന്നു സഹായം ചെയ്തേക്കും. ഇനി നമ്മൾ നോക്കുമ്പോൾ വർക്കലയിലേക്ക് വരുമ്പോൾ അവിടെയും തുഷാറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ BJP-കാർ ചെയ്യുന്നുണ്ട്. ലോക്സഭാ ഇലക്ഷൻ ആകുമ്പോൾ തുഷാറിനെ എവിടെയെങ്കിലും നിർത്തി രാജ്യസഭയിൽ എത്തിച്ച് മന്ത്രിയാക്കി കൊടുത്താൽ അപ്പോൾ ഈ കുറേ 25% പളി കഴിഞ്ഞിട്ടു. വർക്കലയിലേക്ക് വരുമ്പോൾ ചില്ലറക്കാരനല്ല ഇടത് സ്ഥാനാർത്ഥി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് മത്സരിച്ചത്. ലോക്സഭയിലേക്ക് മത്സരിച്ചത് തിരുവനന്തപുരത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇടതുപക്ഷമാണ്. ശിവൻകുട്ടിനെ പോലെ തന്നെ. അതെ, ഏറ്റവും ഈ B സത്യനെ പറ്റി പറയില്ലേ, അങ്ങനെയുള്ള അപൂർവ ചില ആളുകളിലൊന്നാണ്. പക്ഷേ അവിടെ ഒരു LDF മണ്ഡലം തന്നെയായിരുന്നു. പ്രത്യേക സാഹചര്യം UDF പിടിച്ചെടുത്താണ്. കഹാറിനെ പോലുള്ളത്. കഹാറിന് പക്ഷേ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ദളിത് വോട്ടുകളായിരുന്നു. അത് അവസാന ഘട്ടത്തിൽ ഈ ദളിത് ഒരു സംഘടന ഉണ്ടായിരുന്ന DHR അവരുമായിട്ട് തെറ്റി. അവരുമായിട്ട് കഹാറിനുള്ള ബന്ധം കൊണ്ട് കുറേ നായേഴ്സും എന്ന് വെച്ചാൽ ഒരു നായരെ വെട്ടിക്കൊന്നിരുന്നു അവിടെ. DHR അവരെ ശക്തി കാണിക്കാൻ എന്ത് വൃത്തിയടാ. അപ്പം അപ്പോൾ ഈ 2 വോട്ടും കിട്ടിയില്ല, അതും കിട്ടി. അതുകൊണ്ടാണ് അങ്ങനെ തോറ്റ്. പിന്നെ ജോയി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ അതിൽ എല്ലാ വീട്ടിലും ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ ജോയിക്ക് അതിൻ്റെ തലക്കരൊന്നും ഇല്ലല്ലോ.
അല്ല ഇപ്പോൾ അദ്ദേഹം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചപ്പോൾ അത് ചിലപ്പോൾ മറ്റൊരു ജോലി ആയതുകൊണ്ട് അത്രയും കിട്ടി. അപ്പോൾ അതൊന്ന് അടൂർ പ്രകാശ്, ഇപ്പോൾ അതൊന്ന് മുരളീധരൻ കഴിഞ്ഞ 5 വർഷം 10 വർഷം ഇടക്കൊന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയിയുടെ ജന്മസ്ഥലത്ത് പോലും ആ വാർഡുകളിൽ പോലും അദ്ദേഹത്തിന് പിന്നിലേക്ക് പോയിട്ട് വന്നു. ജന്മസ്ഥലത്തുള്ള ആളുകൾ പൊതുവെ അസൂയ ഉണ്ടാവും. ലിയോ മത്സരിക്കാണ് ആളുകൾക്ക് അവൻ അങ്ങനെ പോകണ്ടെന്ന് ചോദിക്കും. ഞാൻ മത്സരിക്കുകയാണെന്നുണ്ടോ അതിൽ ആയിരുന്നില്ല, അതിൽ കാര്യമില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിനായിരിക്കും ചെമ്പ് പോയി മമ്മൂക്ക മത്സരിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്, ബാക്കി സ്ഥലത്തെല്ലാം നമുക്ക് ഒന്നാമത് വരും. അത് അങ്ങനെയാണ് ആളുകളെ സ്വഭാവം. പൃഥ്വിരാജ് തിരുവനന്തപുരത്ത് അനുസരിച്ച് അങ്ങനെ ഉണ്ടാവും, ഇതേ സംഭവം ഉണ്ടാവും. അല്ല, നമ്മൾ വർക്കലയിലേക്ക് നോക്കുമ്പോൾ വർക്കലയിൽ എനിക്കൊന്ന് വി ജോയ്ക്ക് തന്നെ ആയിരിക്കും സീറ്റ് കൊടുക്കാൻ സാധ്യത. ഇനിയും വി ജോയിനെ മാറ്റാൻ സാധ്യതയില്ല, മറ്റേ ചിലപ്പോൾ പ്രശ്നം വരും, സീറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെ ഇറക്കും? ബി ജെ പിയും അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള ബി ഡി ജെ എസിനായിരിക്കും ആ സീറ്റ് എന്ന് തോന്നുന്നു അല്ലേ? ബി ഡി ജെ എസിനായിരിക്കും. ബി ഡി ജെ എസിൻ്റെ പ്രശ്നം വെച്ചാൽ അവർ വന്നിട്ട് എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര രീതിയിൽ പ്രചാരണം നടത്തും. പിന്നെ അവസാനം ഈ പൈസ കൊണ്ടിറക്കി പൈസക്കളി എന്നുള്ള പേരങ്ങ് ഉണ്ടായിക്കളയും. പൈസ രഹസ്യമായിട്ട് ഇറക്കണ്ടേ, പരസ്യമായിട്ട് ഇറക്കിക്കളയും. എനിക്ക് അറിയാം പല ബി ഡി എസ് സ്ഥാനാർത്ഥിയൊക്കെ ഈ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇവർ പലരും അവിടെ ഏവ പ്രമാണിമാരായിരിക്കും സ്ഥാനാർത്ഥികൾ. അപ്പോൾ ഇവർ ഈ പൈസ അങ്ങ് ഇറക്കും, അത് പിന്നെ നെഗറ്റീവായി മാറും. പക്ഷേ അവർ അതുപോലെ തന്നെ അവർ അടിത്തട്ടിലേക്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച്, അതായത് പൊളിറ്റിക്കൽ അതില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവരെ കാണില്ല. പരൂര് സീറ്റ് വേണമെങ്കിൽ അവർക്ക് പിടിക്കാവുന്ന സീറ്റാണ്. അവിടെ സ്ഥാനാർത്ഥിനെ എനിക്കറിയാം ബി ഡി ജെ എസിൻ്റെ. ഓക്കെ. പക്ഷേ പ്രശ്നം വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇവരെ കണ്ടില്ല. ആരിഫിനൊക്കെ ഞെട്ടിച്ചളഞ്ഞിരുന്നില്ലേ, പക്ഷേ പിന്നെ കണ്ടില്ല. അതാണ് കൺസിസ്റ്റ്. ഇവരൊക്കെ തന്നെ പ്രധാന ഇഴവ ഫാമിലിയിൽ നിന്നുള്ള ആളുകളായിരിക്കും, പൈസക്കാരായിരിക്കും. വീട്ടിൽ വിൽക്കാൻ ബെൻസ് അതൊക്കെ ഉണ്ടാവും. ഇതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞവരെ നിരാശരായി പോകും. അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അവർ. അവിടെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ഷഫീറായിരുന്നു. ഷഫീർ വളരെ തന്ത്രപരമായി കുറേ വോട്ട് പിടിച്ചിരുന്നു. ഷഫീർ തന്നെ ആയിരിക്കും കോൺഗ്രസിൻ്റെ തവണത്തെ സ്ഥാനാർത്ഥി. അപ്പം അത് പക്ഷേ ഇയാളല്ലെങ്കിൽ പ്രശ്നമാകും. എനിക്കൊന്ന് നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു കാര്യം കൂടി പറയാം. എനിക്ക് നേരിട്ട് കാണുന്നൊരു വിഷയമാണ്. അതായത് അടിത്തട്ടിലേക്ക് അവരുടെ പ്രവർത്തകർക്ക് ഇപ്പോഴും കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല. ചില നേതാക്കളെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളെ അവർ പ്രൊമോട്ട് ചെയ്യത്തുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ശ്രീകണ്ഠൻ നായരുണ്ട്, അല്ലെങ്കിൽ ശ്രീകണ്ഠൻ മെമ്പർ. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തെ പോലെ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ, നേരത്തെ പറഞ്ഞില്ലേ ഒരു ഗോപൻ, ആ അടിത്തട്ടിലിറങ്ങി ഏത് വീട്ടിലും കയറി ചെല്ലാൻ സാധിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യമുള്ള, ആ ഒരു സ്വാധീനമുള്ള ആൾക്കാരെ അവർ വളർത്തിക്കൊണ്ട് വരാത്തത് അവർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസുകാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന പോലെ ഒരാൾ സ്ഥാനാർത്ഥി, ഇവരെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഒരാൾ സ്ഥാനാർത്ഥിയായി മറ്റവൻ ഭാരവും. സി പി എമ്മിൽ അങ്ങനെ മറ്റവൻ ഭാരച്ചാൽ പിന്നെ അവനവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ച് ഭാരാക്കണം. അങ്ങനെ പലരും തോൽപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ നടക്കില്ല. ഈ കോൺഗ്രസ് അങ്ങനെ. ബി ജെ പിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്. ബി ജെ പി ഒന്ന് ഹിന്ദു ക്വാർട്ടറുകളിൽ മാത്രമായിട്ട് അവർ ഒതുങ്ങിപ്പോവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ അവർ കണ്ടുപിടിക്കുന്ന അവരുടെ മാതൃക സി പി എം അല്ല, നേതാക്കന്മാരുടെ മാതൃക കോൺഗ്രസ് ആണ്. കാരണം പിന്നെ വൺസ് ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പണിയെടുക്കണം. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെയാണ്. താഴത്തെ ആദ്യം ഭയങ്കര പണിയെടുക്കണം, ഒരു ഘട്ടത്തിൽ എത്തിയാൽ മതി. സി പി എം അങ്ങനെയല്ല, പിണറായി പോലും ഇന്ന് പണിയെടുക്കണം. പിണറായി ഇപ്പോൾ നന്നായി പണിയെടുക്കുന്നതിന് ഞാൻ കേട്ടത്. അടുത്തവണ വരാൻ വേണ്ടിയിട്ട് എം എൽ എമാരൊക്കെ നേരിട്ട്, അതായത് എം എൽ എമാരെ സംസാരിക്കുകയാണ്, അവിടെ എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെ 9 മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഒരു ഏകദേശ ചിത്രമാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ സാധിച്ചത്. ഇനിയിപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും അല്ലെങ്കിൽ ഓരോ മാസം കഴിയുന്നതോറും നമുക്ക് കൃത്യമായിട്ടുള്ള കുറേ കൂടി വിശകലനങ്ങളിലേക്ക്, ആഴത്തിലുള്ള വിലയിരുത്തലിലേക്ക് പോകാൻ സാധിക്കും. എന്തായാലും 9 മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ പോരാട്ടം തന്നെ നടക്കും. തിരുവനന്തപുരം ജില്ല മൊത്തവും ആർക്കും ഒരു ഈസി ജയം ലഭിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ചില മണ്ഡലത്തിലെയൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയം വളരെ ക്രൂഷ്യലും. അത് മറ്റേ ബിജുമേനെ പറഞ്ഞതുപോലെയാണ്. തിരുവനന്തപുരമാണ് പപ്പനാവൻ്റെ മണ്ണാണ്, പിള്ളേരെടുത്ത് ഒടുക്കും കെട്ടാൻ. അതെ, ഇവിടെ യുവ വോട്ടർമാർ വളരെ ക്രൂഷ്യൽ ഫാക്ടറായിരിക്കും. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ മനസ്സ് മാറിയോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യവും വളരെ കൃത്യമായ ഒരു പ്രതിഫലനം ഈ തിരഞ്ഞെടുപ്പ് വോട്ടിങ്ങിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യൽ ആയിരിക്കും ഇടതിനും ഒപ്പം തന്നെ UDFനും അതുപോലെ BJPക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരഞ്ഞെടുപ്പ് അടുക്കും തോറും നമ്മളിപ്പോൾ പറഞ്ഞ ചിത്രങ്ങൾക്ക് മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. കാത്തിരിക്കാൻ നമുക്ക്. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.